മാത്രമല്ല അത് ബജറ്റ് മാനുവലിന്റെ ആണ്. ഇതിനുവേണ്ടി പണം എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടയ്ക്കാൻ, ഖജനാവിലേക്ക് തിരിച്ചടയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ പ്രതിപക്ഷം വളരെ ഗൗരവത്തോടു കൂടി ഉന്നയിച്ച ഒരു ആരോപണം ഹൈക്കോടതി വിധിയോടുകൂടി അതിനെ അടിവരയിട്ടിരിക്കുകയാണ്. അപ്പൊ ചെയ്യുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ കേരളം മുഴുവൻ വലിയ ഫ്ലെക്സ് ബോർഡുകൾ വെച്ചിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപ നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണമാണ്. ഞാനും നിങ്ങളും അടയ്ക്കുന്ന നികുതി പണത്തിൽ നിന്നാണ് ഈ കോടിക്കണക്കിന് രൂപ. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത്. ഇപ്പൊ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോട് ഗവൺമെന്റ് പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ അതിനെയും ചോദ്യന്മാർ കോളനികൾ കയറി ഇറങ്ങി സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിക്കുകയാണ്. അത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ജോലിയാണോ? അവർ വന്യജീവി ആക്രമണം തടയാൻ ഒന്നും ചെയ്യാത്ത ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സർക്കാരിന്റെ നേട്ടങ്ങൾ, അതായത് CPM-കാര് വീട്ടിൽ കൊണ്ടേ കൊടുക്കേണ്ട ട്രൈബൽ കോളനികൾ വിതരണം ചെയ്യിപ്പിക്കുക. ഇവർ ചെല്ലുമ്പോൾ തന്നെ പേടിയാണല്ലോ. ആ ഇല്ലാത്ത നേട്ടങ്ങൾ എന്ന് അവകാശപ്പെടുന്ന സംഭവങ്ങൾ, സർക്കാരുമായി ബന്ധപ്പെട്ട ക്യാമ്പയിൻ, LDF-ന്റെ ക്യാമ്പയിൻ മെറ്റീരിയൽസ്, അത് PRD ഇറക്കിയിരിക്കുന്ന മെറ്റീരിയൽസ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാര്, അതിന് PRD ഉണ്ട്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് വിവിധ ട്രൈബൽ കോളനികളിൽ ചെന്നുകൊണ്ടുപോയിട്ട് ഈ മെറ്റീരിയൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതിനുള്ള കനത്ത തിരിച്ചടിയാണ് ഈ ഹൈക്കോടതി വിധിയിൽ. ഞങ്ങളാണ് ചോദ്യം ചെയ്തത്. KSU പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയാണ് അത് ചോദ്യം ചെയ്തത്. അതിലാണ് ഭയങ്കര ശക്തമായ വിധി കോടതിയുടെ ഭാഗത്ത് നിന്ന് കൊടുത്തത്. പിന്നീട് പ്രസിഡന്റ് കൂടി കൊടുക്കുകയാണ്. ആ കേസിലാണ് ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട വിധി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സർക്കാരിന്റെ പണം, ഖജനാവിലെ പണം എടുത്തിട്ട് DYFI-ക്കാർക്ക് കൊടുത്തിട്ട് ഇനി ഇവർ 10 കൊല്ലം ഭരിച്ചിട്ടാണ് ഇവന്മാർ സർവേ പൂർത്തിയാക്കാൻ പോവാണ്. ഇനിയാണ് കേരളം നന്നാക്കുന്നതിനെ കുറിച്ചുള്ള സർവേ നടത്തുന്നത്. അതല്ല യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ വേണ്ടി സർക്കാർ ഫണ്ടിൽ നിന്നും DYFI-ക്കാർക്കും CPM-നും ഫണ്ട് കൊടുക്കുക. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം അതിശക്തമായി ഞങ്ങൾ എതിർക്കും. ശബരിമല സ്ത്രീ പ്രവേശനത്തെ സംബന്ധിച്ച് സർക്കാർ ഉരുണ്ട് കളിക്കുകയാണ്. മുഖ്യമന്ത്രി മൗനം ദീക്ഷിക്കുന്നു. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കുന്ന പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കഴിയാൻ വേണ്ടി കാത്തിരിക്കുക. നിങ്ങള് അപ്പോ ആ അഫിഡവിറ്റ്, ആ സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായ അഫിഡവിറ്റാണ് ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. നിലപാട് സർക്കാർ സ്വീകരിക്കോ? അതാണ് ചോദ്യം. അതിന് ഉത്തരം പറയുന്നില്ല. യെസ് ഓർ നോ എന്ന് തന്നെയാണ് ഉത്തരം പറയേണ്ടത്. യെസ് പറഞ്ഞാൽ മതി, ഞങ്ങൾ ഇപ്പോഴും പിന്തുണയ്ക്കുന്നുണ്ടെന്ന്. ഇപ്പോഴും നിലപാടായല്ലോ. ഇല്ലെങ്കിൽ നോ, മാറിയ സാമൂഹ്യ സാഹചര്യത്തിൽ അത് മാറി, ഞങ്ങൾ അതിലേക്ക് പോകുന്നില്ല എന്ന് പറയണ്ടേ? ഇനി എപ്പോഴാണ് തീരുമാനം എടുക്കുന്നത്? കോടതി ആ കേസ് എടുക്കുന്നതിന് മുമ്പ് അഫിഡവിറ്റ് കൊടുക്കണ്ടേ? ഇന്നലെ കേസ് വരുമെന്ന് ഗവൺമെന്റിന് അറിയാൻ CPM-ന്റെ നിലപാട് സെക്രട്ടറി MV ഗോവിന്ദനോട് ചോദിച്ചപ്പോൾ മാറ്റം ഏത് കാര്യത്തിലുണ്ടാകും, മാറ്റം അനിവാര്യമാണ്, മാറ്റത്തിന്റെ ലോകത്തുകൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊരു മാർസിയൻ പശ്ചാത്തലത്തിൽ അതിന് എന്താണ് CPM-ന്റെ സ്റ്റാൻഡ് എന്ന് ചോദിച്ചപ്പോൾ അവ്യക്തത കൊണ്ട് നിറഞ്ഞ മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. നിയമമന്ത്രിയും പറയുന്നത് അതാണ്. ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിനെ പിന്തുണയ്ക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ. ഇത് ആയിരിക്കുമെന്നാണ് നിങ്ങളുടെ ആദ്യത്തെ നിലപാട്. അതിന് പിന്നീട് മാപ്പ് പറഞ്ഞു. 2 സ്ത്രീകളെ കയറ്റിയതിനും മാപ്പ് പറഞ്ഞു. അയ്യപ്പ സംഗമത്തിലെ ഈ തട്ടിപ്പ് മുഴുവൻ പുറത്തു കൊണ്ടുവരണം. ഭയങ്കര തട്ടിപ്പാണ് അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ നടത്തിയത്. 600 പേര് മാത്രം പങ്കെടുത്ത പരിപാടിയിൽ 3000 പേർക്ക് എങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം? 4000 പേർക്ക് എങ്ങനെ എടുത്തിരിക്കുകയാണ്. എല്ലാം കിടക്ക പോലും കാണാനില്ല. അവിടെ പന്തല് കൊടുത്തതിൽ നടപടി, സർക്കാരിന്റെ പണവും ദേവസ്വം ബോർഡിന്റെ പണവും കൊടുക്കുമ്പോൾ നടപടിക്രമങ്ങൾ പാലിച്ചു വേണം കൊടുക്കാൻ. ഇഷ്ടപ്പെട്ട ആളുകൾക്ക് പന്തല് കെട്ടാൻ വേണ്ടിയിട്ട് ഒരു തുക അങ്ങ് കൊടുക്കാൻ പറ്റില്ല. ടെൻഡർ പ്രൊസീജിയർ നടത്തിയിട്ട് വേണം കൊടുക്കാൻ. അപ്പൊ കോടതി ഇതെല്ലാം അല്ല, കിട്ടിയ ചാൻസ് എല്ലാം ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ അല്ലേ? ഇപ്പൊ ഇവര് കൈയൊഴിയാണ് എന്താ? അയ്യപ്പനേക്കാളും വലിയ പണമുള്ള ഫ്ലെക്സിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വെച്ചിരുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിന്. ഇപ്പൊ സർക്കാർ എങ്ങനെ കൈ കഴുകണത്? ഇപ്പൊ സർക്കാർ കൈ കഴുകുന്നത് ഞങ്ങൾക്കൊന്നുമില്ല എന്നാണ് ദേവസ്വം മന്ത്രി പറയുന്നത്. ദേവസ്വം മന്ത്രിക്ക് അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. ആരുടെയൊക്കെ സ്പോൺസർഷിപ്പ് കിട്ടി, ആരൊക്കെ പണം തന്നു, ഒരു കണക്കുമില്ല. കിട്ടിയ പണം തന്നെ ചെലവഴിച്ചിരിക്കുന്നത് മുഴുവൻ തട്ടിപ്പാണ്. വാഹനത്തിന് വൗച്ചർ എഴുതിയെടുത്ത്. അപ്പോൾ ഓഡിറ്റ് വിഭാഗം പരിശോധിച്ചപ്പോൾ ഈ കുതിരയെ കൊണ്ടുവന്ന വാഹനത്തിന് വൗച്ചർ എഴുതിയെടുത്തത് മാരുതി കാറായിരുന്നു. മാരുതി കാറിൽ എങ്ങനെയാണ് കുതിരയെ കൊണ്ടുവന്നെ? മാരുതി കാറിൽ കുതിരയെ കൊണ്ടുവന്ന ആളുകളാണ്. ഇപ്പോ ഈ മാരുതി ആരാണെന്ന് പേരൊന്നും പറയണില്ല. മാരുതി കാറിൽ കുതിരയെ കൊണ്ടുവന്ന ആളുകളാണ്. അതിനെ വെല്ലുന്ന തട്ടിപ്പാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ഇവിടെ നടന്നത്.
ഇവിടെ നടന്നിരിക്കുന്നത്. അയ്യപ്പന്റെ പേരിൽ ഇത്രയും കൊള്ള ചെയ്യാമെങ്കിൽ വേറെ എവിടെ നിന്നാണ് ഇവർ കക്കാത്തത്? അതാണ് കളവാണ്. എന്നിട്ട് മിണ്ടാതിരിക്കുകയാണ്. ഒരു പങ്കുമില്ലെന്ന് പറയാണ്. പങ്കുണ്ട് സർക്കാർ. അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ എടുക്കാൻ നോക്കിയത് മുഖ്യമന്ത്രി ഉണ്ട്. കോടികളാണ് തട്ടിച്ചെടുത്തിരിക്കുന്നത്. സ്പോൺസർ കിട്ടിയതിനെ പറ്റി പോലും കണക്കില്ല. പറയണം, ജനങ്ങളോട് പറയാനുള്ള ബാധ്യത ഇല്ലെങ്കിൽ ഞങ്ങൾ പറയിപ്പിക്കും, ഉറപ്പായിട്ട് പറയിപ്പിക്കും. ആണല്ലോ, ഞങ്ങൾ നിലപാട് ഞങ്ങൾ സമരം ചെയ്തതല്ലേ. ഞങ്ങൾ സമരം ചെയ്ത ആളുകളല്ലേ. UDF സമരം ചെയ്തതല്ലേ. അന്ന് ആ സമരം ചെയ്തതല്ലേ. സർക്കാർ നിലപാടിനെതിരായിട്ട് സമരം ചെയ്ത ആളുകളാണ് ഞങ്ങൾ. വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഞങ്ങളുടെ ഗവൺമെന്റ് വന്ന് ഞങ്ങൾ തിരുത്തി തീരുമാനമെടുത്ത്, അതായത് വിശ്വാസ സംരക്ഷണമാണ്. ആചാരക്രമങ്ങൾ അതാത് സംവിധാനത്തിൽ നിന്ന് തന്നെയാണ് മാറ്റേണ്ടത്. അതൊരു കോടതി ഇടപെടലിലൂടെ മാറ്റേണ്ടതല്ല. ആചാരക്രമമാണ്. ആ എല്ലാ മതങ്ങളിലുണ്ട്. അത് എല്ലാ മതങ്ങളിലുണ്ട്. അതാണ് ഞങ്ങളുടെ നിലപാട്. അതല്ല അത് ആചാരക്രമത്തിന്റെ ഭാഗമായിട്ട് എടുത്ത നിലപാടാണെന്ന്. അവിടുത്തെ ആചാരക്രമമാണ്. അതെ, അത് നമ്മൾ എന്തടിസ്ഥാനത്തിലാണ് നമ്മൾ ലംഘിക്കുന്നത്? താന്ത്രികമായിട്ടും അവർ പറഞ്ഞിരിക്കുന്നത് അതങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ്. അല്ല, അത് ആചാരക്രമത്തെ ലംഘിക്കണ്ട, വിശ്വാസക്രമത്തെ ഇതിപ്പോ പുതിയ നിലപാടല്ലല്ലോ എന്നോട് ഇങ്ങനെ ചോദിക്കാൻ. ഇത് നേരത്തെ നമ്മൾ സമരം ചെയ്തതല്ലേ, UDF സമരം ചെയ്തതല്ലേ കേരളത്തിൽ. നിലപാടാണെങ്കിൽ പറഞ്ഞോട്ടെ. അല്ലല്ല, അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഇത് നവോത്ഥാനമാണ്. ബലം പ്രയോഗിച്ച് സുപ്രീം കോടതി. അല്ല, നവോത്ഥാനം ആണെങ്കിൽ പറഞ്ഞോട്ടെ. പിന്നെ ഇടയ്ക്ക് മാറ്റി പറഞ്ഞല്ലോ. ഇടയ്ക്ക് മാപ്പ് ചോദിച്ചല്ലോ. ഇടയ്ക്ക് ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞല്ലോ. പിന്നെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് ഈ സംഘടനകളെ വിളിച്ചപ്പോ ഞങ്ങളിത് തിരുത്തുമെന്ന് അവരോട് പറഞ്ഞല്ലോ. അതാണ് കള്ളക്കളി കളിക്കണ്ട. ആ അഴകുഴമ്പൻ നിലപാട് വേണ്ട. അഴകുഴമ്പ് വ്യക്തമല്ലേ. ആചാരക്രമത്തിലും വിശ്വാസക്രമത്തിലും മാറ്റം വരുത്തേണ്ട എന്നാണ് നിലപാട്. അത് കോടതിയെ ബോധ്യപ്പെടുത്തണം. റിവ്യൂ ഹർജിയിൽ ആ നിലപാട് എടുക്കണം. ഞങ്ങൾ അതിനുവേണ്ടി സമരം ചെയ്തതല്ലേ. പിന്നെ ഞാനിപ്പോ വാശിക്കാണ് ചെയ്ത് ബലം പ്രയോഗിച്ചാണ് ചെയ്ത് 2 സ്ത്രീകളെ കൊണ്ടുവന്ന് ഗൂഢാലോചന നടത്തി. പോലീസും ഗവൺമെന്റും തമ്മിൽ ഗൂഢാലോചന നടത്തിയിട്ടാണ് അത് ചെയ്തത്. വിശ്വാസികളെല്ലാവരും സമരത്തിലായിരുന്നു. നവോത്ഥാന സമിതി ഉണ്ടാക്കിയിട്ട് നവോത്ഥാന സമിതി അറിയാലോ ഏത് വഴിക്ക് പോയെന്നറിയാലോ. നവോത്ഥാന മതിലുണ്ടാക്കി. ഇതൊക്കെ ഉണ്ടാക്കി. അന്ന് ശരിയാണ്, ഒരു നിലപാടുണ്ടായിരുന്നു. ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഒരു നിലപാട്. ആ നിലപാട് മാറ്റിയിട്ട് മാപ്പ് കൊടുക്കണം. അല്ല, റിവ്യൂ ഹർജി കൊടുത്തിരിക്കല്ലേ. ആ റിവ്യൂ ഹർജിയിലെ സ്റ്റാൻഡാണ്. അതല്ല പറഞ്ഞത് അന്ന്. സുപ്രീം കോടതി വിധി നടപ്പാക്കണം എന്നല്ല പറഞ്ഞത്. അതിന്റെ അപ്പുറത്തേക്ക് പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. വിപ്ലവകരമായതുപോലെ സ്ത്രീകളുടെ അവകാശം എന്നൊക്കെ പറഞ്ഞു. ഇതിൽ നിന്ന് പിന്മാറി അസംബ്ലി ഇലക്ഷന് മുമ്പ്. ഇത് പാർലമെന്റ് ഇലക്ഷന് മുമ്പാണ് ഈ സ്റ്റാൻഡ്. എന്റെ ഒരു നിലപാടായിരുന്നു. ആ നിലപാടിൽ നിന്ന് അസംബ്ലി ഇലക്ഷന് മുമ്പ് പിന്മാറി. ശരിയാണോ? മാപ്പ് പറഞ്ഞ് പിന്മാറി. ഇപ്പൊ എന്താ സ്റ്റാൻഡ്? ഇപ്പൊ പഴയ അഫിഡവിറ്റ് അവിടെ കിടക്കുക. സ്റ്റാൻഡ് അത് തന്നെയാണ്. സുപ്രീം കോടതി വിധി നടപ്പാക്കണം. ഞങ്ങൾ നവോത്ഥാന നിലപാടാണ് കൊടുക്കൂല എന്ന് പറയണ്ടേ? ധൈര്യം ഉണ്ടെങ്കിൽ പറയണ്ടേ? അങ്ങനെ നിലപാടുണ്ടെങ്കിൽ പറയണ്ടേ? പറയുന്നില്ലല്ലോ. അതാണ് എന്റെ ചോദ്യം. മതി, എത്രയുള്ളൂ ഒന്ന് പറഞ്ഞാൽ മതി. മാറ്റത്തിന് വേണ്ടിയിട്ടാണോ മാറ്റപ്പെടുന്നതിന് വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടി മനസ്സിലാവണ്ടേ? നമുക്ക് പബ്ലിക് ഉണ്ടല്ലോ, നമ്മളൊക്കെ പബ്ലിക് അല്ലേ, അതിൽപ്പെട്ട ആളുകളല്ലേ. നമുക്ക് മനസ്സിലാവണ്ടേ എന്താണ് പാർട്ടിയുടെ സ്റ്റാൻഡ് എന്ന്? പറയണ്ടേ? കേട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാകണം. അത് ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ ഞങ്ങൾ പ്രഖ്യാപിക്കും. സസ്പെൻസ് നിന്നോട്ടെ. അല്ല, ഞാൻ പറയുന്നതേ നമ്മള് വ്യക്തികളുമായും സംഘടനകളുമായും ഒക്കെ നടത്തിയ ചർച്ച നമ്മൾ പുറത്ത് പറയേണ്ട സമയത്ത് പുറത്ത് പറയും. പുറത്ത് പറയില്ല. ഇപ്പൊ ഞങ്ങൾ പറയില്ല കേരള കോൺഗ്രസ് അപ്പുറത്തുള്ളപ്പോ ഞങ്ങൾ ചർച്ച നടത്തിയിട്ടില്ല. കേരള കോൺഗ്രസ് അവര് മുന്നണിയിൽ നിൽക്കുന്ന ഒരു കക്ഷി, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അത് അവര് തീരുമാനം എടുക്കട്ടെ.
അവര് തീരുമാനം എടുക്കട്ടെ. ആ അതേ ഞാനുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇല്ലേ ഞാൻ പറയില്ല. അദ്ദേഹം വരട്ടെ, അപ്പൊ വരുമ്പോ നമുക്ക് കാണാമല്ലോ. ചില ആളുകൾ മത്സരിപ്പിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ അത് ഈ അവര് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിരിക്കും. അങ്ങനെ ചിഹ്നമില്ലാതെ മത്സരിക്കുമ്പോൾ അതൊരു പ്രതിസന്ധിയാവില്ലേ? അല്ല, അതല്ല നമ്മള് പിന്നീട് നമ്മളത് പ്രഖ്യാപിക്കുക. അത് പാർട്ടി യോഗം കൂടി UDF കൂടി ആലോചനയെ കുറിച്ചുള്ള സംശയം. ഞാൻ അതിന് കോമ്പിറ്റന്റ് ആയിട്ടുള്ള ആളല്ല മറുപടി പറയാൻ വേണ്ടി. എന്റെ സമയമാകുന്നല്ലോ. പാർട്ടി സ്ഥാനം എന്റെ പോലും കാര്യം തീരുമാനിച്ചിട്ടില്ല. അല്ല വരട്ടെ, ഞാൻ പറയുന്നത് എന്റെ സീറ്റിന്റെ കാര്യം പോലും പാർട്ടി ഇതുവരെ പരിഗണിച്ചിട്ടില്ല എന്ന്. അപ്പൊ ഞാൻ വേറൊരാളുടെ കാര്യം പറഞ്ഞെങ്കിൽ ഞങ്ങൾ ഇന്ന് സംവദിക്കാം പുതുയുഗത്തിനായി എന്നുള്ള ഇന്ററാക്ഷനിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം കർഷകർക്ക് കൃത്യമായ വില കൊടുക്കുന്നില്ല. അതുമാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റ് അവരുടെ തറവില കൂട്ടിയപ്പോൾ ഇവിടെ കേരളം കൊടുക്കുന്ന ഇൻസെന്റീവ് കുറച്ചു. മാത്രമല്ല, PRS കൊടുത്താൽ ബാങ്കിൽ നിന്ന് പൈസ കിട്ടുന്നില്ല. കോടികൾ കിട്ടാനുണ്ട്, കേന്ദ്രത്തിൽ നിന്നും കിട്ടാനുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് അവർ ഓഡിറ്റ് ചെയ്ത റിപ്ലൈ കൊടുക്കാത്തതുകൊണ്ടാണ് കേന്ദ്രം തരാത്തതെന്നാണ് കേന്ദ്രത്തിന്റെ ഞങ്ങളുടെ MP ബന്ധപ്പെട്ടപ്പോഴുള്ള പ്രശ്നമാണ്. ഇവര് കൊടുക്കാത്തതുകൊണ്ടാണ്. ഇവര് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഇതിനു മുമ്പ് വാങ്ങിച്ച പണത്തിന്റെ ഓഡിറ്റ് കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും കർഷകരുടെ കാര്യം വളരെ സങ്കടകരമാണ്. അതിന്റെ പുറകെയാണ് ഇപ്പോ ഈ നെല്ല് സംഭരണത്തിൽ പോലെ അവഗണന കാണിച്ച നെൽ കർഷകരോട് ഇത്രമാത്രം അവരെ പ്രയാസത്തിലാക്കിയ ഒരു ഗവൺമെന്റ് വേറെയില്ല. ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്താണ് നെല്ല് സംഭരണം തുടങ്ങിയത്. ആ ഗവൺമെന്റിന്റെ കാലാവധി അവസാനിക്കുന്നതുവരെ ആ സംഭരണം നടത്തിയിരുന്നു. അത് വലിയ ആശ്വാസമായിരുന്നു കർഷകർക്ക്. ഇപ്പോ കുറഞ്ഞു. അതിലും ഭയങ്കരമായ ചൂഷണമാണ് നടക്കുന്നത്. ഈ മില്ലുകൾ തന്നെ ഇവിടെ സംഭരിക്കുമ്പോൾ തന്നെ അത് 12 എന്ന് പറഞ്ഞിട്ട് തന്നെ വലിയൊരു ഇത് മാറ്റിയിട്ട് അതിന്റെ പെർസെന്റേജ് ഒക്കെ മാറ്റിയിട്ടാണ് കൊടുക്കുന്നത്. നെൽ കർഷകർ പതിയെ ഇതിൽ നിന്ന് പിൻവാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്കാണ്. അധിക ബോണസ് റദ്ദാക്കിയിട്ടില്ലല്ലോ. ഞാൻ പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് സമീപകാലത്ത് അവരുടെ തറവില, നെല്ലിന്റെ ഇവര് നേരത്തെ കൊടുത്തുകൊണ്ടിരുന്ന ഇൻസെന്റീവ് കൂടി കുറച്ചു. അവര് കൂട്ടി അത്രയും പൈസ ഇവിടെ കുറച്ചു. അപ്പൊ കർഷകർക്ക് കേന്ദ്രം കൂട്ടിയതിന്റെ ഗുണം കേരളത്തിൽ കിട്ടാതിരുന്നതിന്റെ കാരണം സംസ്ഥാന ഗവൺമെന്റ് ആ ഇൻസെന്റീവ് കുറച്ചാണ്. ശരിയാണോ? ശരിയാണോ? പുതിയ കത്ത് വന്നിരിക്കുന്നത് വിവാദമായ കത്ത് വിവാദമായ കത്ത് അധിക വിഹിതം നൽകരുന്നല്ല. അധിക വിഹിതം നൽകരുന്ന ഗവൺമെന്റ് എടുത്തിരിക്കുന്നത്. അതിന് നമ്മുടെ MP ആ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. നെല്ലിന്റെ സംഭരണ വില കൊടുക്കാനുള്ള പൈസ തിരിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് നമ്മുടെ MP സമീപിച്ചപ്പോഴാണ് പറയുന്നത് ഇവിടുന്ന് നേരത്തെ കൊടുത്ത പൈസയുടെ ഓഡിറ്റഡ് ആയിട്ടുള്ള ഇത് തിരിച്ചു കൊടുത്തിട്ടില്ല, നടപടിക്രമം പാലിച്ചിട്ടില്ല എന്ന്. അത് ACCയുടെ ദേശീയ നേതൃത്വം പറഞ്ഞല്ലോ. അത് പാർട്ടിയുമായിട്ട് അദ്ദേഹം അകന്നു നിൽക്കുകയാണ്. പാർട്ടിയുമായിട്ട് ഒരു ബന്ധമില്ല. പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ഒന്നും സഹകരിക്കാതെ മാറി നിൽക്കുന്ന ഒരാളാണെന്ന് ACC നേതൃത്വം പറഞ്ഞു. ശശി തരൂർ ഒരു മോഡി പ്രയോഗം സ്തുതിയൊന്നും നടത്തിയിട്ടില്ല. അദ്ദേഹം വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടുവരുന്നത്. അതിശക്തമായിട്ട് അദ്ദേഹം അടുത്ത് എഴുതിയ ആർട്ടിക്കിളൊക്കെ വായിച്ചിട്ടില്ലേ? അതിന്റെ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. എല്ലായിടത്തും ന്യൂനപക്ഷങ്ങൾ, മുസ്ലിങ്ങൾ മാത്രമല്ല ക്രൈസ്തവരുൾപ്പെടെ വലിയ ഇൻസെക്യൂരിറ്റിയാണ്, അരക്ഷിതത്വമാണ്. രാജ്യം പ്രാർത്ഥനാ കൂട്ടായ്മകളാണ് ആക്രമിക്കപ്പെടുന്നത്. പള്ളികൾ എത്രയാണ് തകർത്തത്. കന്യാസ്ത്രീമാരെ വരെ ആക്രമിക്കുകയാണ്. എത്ര പേരാ ജയിലുള്ളത്? അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ലേ? അദ്ദേഹത്തിന്റെ അഭിപ്രായം അല്ലല്ലോ, ഞങ്ങളുണ്ടല്ലോ. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ലേ? ഇനി ഞാൻ കാന്തപുരത്തിനെതിരെ ഞാൻ VD സതീശ് എന്ന് പറഞ്ഞിട്ട് മറ്റേ ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ അഭിപ്രായം ഉണ്ടാവും. പഠിപ്പിക്കട്ടെ.
അതെന്താ അവർക്ക് അവകാശമില്ല അവരുടെ അഭിപ്രായം പറയാൻ വേണ്ടി? പ്രധാനമന്ത്രിയെ പോയി കണ്ടുവന്ന് പുറത്തു വന്നിട്ട് പ്രധാനമന്ത്രി എന്തെങ്കിലും പറഞ്ഞു കാണും, അതിന് നമുക്ക് നമ്മുടെ അഭിപ്രായം അതുകൊണ്ട് മാറോ? LDF-ന്റെ ജാഥ ജില്ലയിൽ പര്യടനം നടത്തുകയാണ്. അപ്പൊ അതില് 2 ദിവസം ആവർത്തിച്ച് ജാഥക്കാരനായ ആക്ഷേപം ഉന്നയിച്ചു. അത് താങ്കളുടെ ജാഥ നുണജാഥയാണ് എന്ന് പറഞ്ഞ 2 ദിവസം റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അതുകൊണ്ടാണ് ഈ നുണ കേൾക്കാൻ ആളുകൾക്ക് ഭയങ്കര താല്പര്യമായതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജാഥയിൽ പങ്കെടുത്തതിന്റെ 10 ഇരട്ടി ആളുകൾ ഞങ്ങളുടെ ജാഥയിലുണ്ടായിരുന്നു, UDF-ന്റെ ജാഥയിൽ. അദ്ദേഹത്തിന്റെ ജാഥ ആളുകൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് കസേരകൾ മാത്രമേ ഉണ്ടായുള്ളൂ പലയിടത്തും. മനസ്സിലായില്ലേ? പിന്നെ പറയണ മനസ്സിലാകാണ്ടാണെന്നും കൂടി എനിക്കൊരു സംശയമുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ചോദിച്ചു കഴിയുമ്പോ എന്തൊക്കെയാ പറയണേ? സത്യം പറയുന്നതാണ് നല്ലത്. പിന്നല്ല. അതെ 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 അത് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ല, അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറെ വല്ലതും ചോദിക്കും. ചെയ്യുന്നു, എന്നിട്ട് UDF വന്നാൽ പെൻഷൻ കിട്ടില്ല എന്ന് പറയുന്നു. എന്നിട്ട് ഈ ആള് ബസ് സ്റ്റോപ്പിൽ പോയിട്ട് പറയാ അവന്മാര് തന്ന 2000 രൂപയാണ് ഞാൻ അവിടെ കൊടുത്തത്, അവര് പറയാൻ പറഞ്ഞേക്കെ ഞാൻ അവിടെ പറഞ്ഞെന്ന് പറഞ്ഞു. ഈ PR നാടകമൊന്നും ഞങ്ങളുടെ ജാഥയിലില്ല. ഞങ്ങളുടെ ജാഥയിൽ വീണ്ടും തിരിച്ചു പറയിപ്പിച്ച് ആളെ കൊണ്ട്. പിന്നെ ആളെ കാണാനില്ല. നിങ്ങളൊക്കെ തപ്പി പോയിട്ട് ആളെ കിട്ടിയില്ലല്ലോ. നിങ്ങളൊക്കെ പോയിട്ട് ആളെ കിട്ടിയ ആളെ വന്നത് കിട്ടൂല. ഇത് എനിക്ക് തന്നത് പാർട്ടിക്ക് സംഭാവന ചെയ്യുക. അതിന് പുള്ളി അപ്പുറത്ത് പോയി പറഞ്ഞു ഇത് പാർട്ടിക്കാർ തന്നാണ് 2000 രൂപ, ഞാൻ അവിടെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞ് അവര് പറയാനുള്ളതൊക്കെ ഞാൻ അവിടെ പറയുകയും ചെയ്യുന്നു. ഇതാണോ PR നാടകം? ഇതാണോ ജാഥയിലെ സത്യം? ജാഥയിലെ അല്ല അങ്ങനെയൊന്നല്ല. അതല്ല ഞങ്ങള് ജാഥയിൽ സ്വീകരിച്ചുകൊണ്ട് വരുമ്പോ വെച്ചാൽ ആളുകൾക്ക് അപകടം ഉണ്ടാവും, വേണ്ടേ? ഒരു കൊച്ചതിലെ പോകുമ്പോ അതിനൊരു പൊള്ളലേറ്റാല നിങ്ങൾ എന്നോട് ചോദിക്കില്ലേ? വീണ്ടും പൊട്ടിച്ചു. അപ്പൊ ഞാൻ ദേഷ്യപ്പെട്ടു, സത്യമായിട്ടും ദേഷ്യപ്പെട്ടു. ഒരു റോട്ടിലിട്ട് പടക്കം പൊട്ടിക്കാൻ പാടില്ല, റോഡിലിട്ട് പടക്കം പൊട്ടിക്കാൻ പാടില്ല. അതിന് ഞാൻ ദേഷ്യപ്പെട്ടു. ഞാൻ അയ്യോ ഇനി മേലാൽ നിങ്ങൾ പടക്കം പൊട്ടിക്കരുത് എന്നല്ല പറഞ്ഞത്, മേലത് ചെയ്യരുതെന്ന് പറഞ്ഞു. സത്യമായിട്ടും പറഞ്ഞ ഞാനത് വിഷ്വലൈസ് ചെയ്ത് റോഡിലിട്ട് പടക്കം പൊട്ടിക്കുമ്പോൾ ആ റോഡിലൂടെ ഒരു കുഞ്ഞിന് എത്ര പേരുടെ ഒക്കത്ത് കുഞ്ഞുങ്ങളിരിക്കണം, ആ കുഞ്ഞുങ്ങളുടെ എല്ലാം എന്തെങ്കിലും കൊണ്ടുകഴിഞ്ഞാൽ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ എനിക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലൊരു യാത്രയായി വന്നിട്ട് ആർക്കെങ്കിലും ഒരു പരിക്ക് നമ്മുടെ ആളുകൾ ഇങ്ങനെ അവരെ ആഘോഷിച്ചാണ്, ഞാൻ അവരെയും കുറ്റപ്പെടുത്തില്ല, അവരൊരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ചെയ്ത അതൊക്കെ നമ്മളൊരു സിസ്റ്റം കൊണ്ട് തന്നെ പൊതുജാഥ നടത്തുമ്പോൾ അത് ഞാൻ ദേഷ്യപ്പെട്ടാണ്. ഇത് എന്റെ സ്വഭാവത്തിന്റെ ഭാഗമാണ്. ഒരു പ്രാവശ്യം പറഞ്ഞു അത് നിർത്തിച്ചു. രണ്ടാമതും അത് ചെയ്തപ്പോ ഞാൻ ചൂടായി. അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ മേലെ അത് ചെയ്യരുത് എന്ന് പറഞ്ഞ് ഞാൻ ദേഷ്യപ്പെട്ടു. സത്യമാണ്. ബ്രൂവറി അത് കോടതി സ്റ്റേ ചെയ്തല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ശരിവെച്ചുകൊണ്ടാണ് കോടതി സ്റ്റേ ചെയ്തത്. എല്ലാ നടപടിക്രമങ്ങളും തെറ്റിച്ചുകൊണ്ടാണ് അവിടെ സ്റ്റേ. അത് ആൾക്ക് എക്സൈസ് കമ്മീഷണർക്ക് ഒരു അപേക്ഷ ഒരു കമ്പനി കൊടുക്കുന്നു. ആ കമ്പനി എങ്ങനെ അറിയാം ഈ ഗവൺമെന്റ് ബ്രൂവറി ഇതൊക്കെ കമ്പനിയാണ്? അതിന് മുമ്പൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് അവരുമായിട്ട്, ആ കമ്പനിക്ക് ഇവിടെ കൊടുക്കാന്ന് പറഞ്ഞ് എക്സൈസ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. എന്നിട്ട് ഒരു അപേക്ഷ ഒരു കമ്പനി വന്ന് കൊടുക്കുന്നു. എന്നാൽ ഒരു മാനദണ്ഡമില്ല. എന്തൊരു റോക്കറ്റ് സ്പീഡായിരുന്നു. അന്ന് തന്നെ കമ്മീഷണർ അങ്ങോട്ട് അയക്കുന്നു. അവിടെ ഇനി പോളിസി പ്രഖ്യാപിച്ചു. കേരളത്തിൽ ബ്രൂവറി നടത്തുന്നവരുണ്ടല്ലോ, അവരാരും അറിഞ്ഞില്ലല്ലോ ഇവിടെ ഇങ്ങനെ ഒരു സാധ്യതയുണ്ടെന്ന്. കോടതി സ്റ്റേ ചെയ്തു. കോടതി അത് സ്റ്റേ ചെയ്തു. UDF വന്നാൽ ഇതിനൊക്കെ നല്ല കൃത്യമായ മദ്യനയം ഉണ്ടാവും, കൃത്യമായ പ്രൊസീജിയർ ഉണ്ടാവും. അല്ലല്ല അത് മാത്രമല്ല നടപടിക്രമങ്ങൾ മുഴുവൻ തെറ്റിച്ചാണെന്നാണ്. ഞങ്ങള് അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഡൽഹി മദ്യ കൊള്ളക്കേസില് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത കമ്പനിയാണത്. അവര് നമ്മളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരില്ല. അല്ലാതെ അപ്പൊ അത് UDF ഗവൺമെന്റ് വരുമ്പോൾ ഒരു മദ്യനയം പ്രഖ്യാപിക്കാം. മദ്യനയത്തിന്റെ ഭാഗമായിട്ട് കൊടുക്കണമെങ്കിൽ അതിന് പ്രൊസീജിയർ ഉണ്ടാവും, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള പ്രൊസീജിയർ ഉണ്ടാവും. പ്രൊസീജിയർ അനുസരിച്ച് കൊടുക്കണമെങ്കിൽ അല്ലാതെ കൊടുക്കാൻ പാടില്ലല്ലോ ശരിക്ക്. അതുകൂടി അന്വേഷിക്കണ്ടേ? വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ?
ഇയാൾ ഈ ലോകത്തൊന്നും അല്ല അങ്ങ് ജീവിക്കുന്നത്.